തിരുവനന്തപുരം പാലോട്ട് വൻ മരംകൊള്ള. ബ്രൈമൂർ എസ്റ്റേറ്റ് അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഭൂമിയിൽ നിന്ന് ചന്ദനം, തേക്ക്, ഈട്ടി ഉൾപ്പെടെയുള്ള വൻ മരങ്ങൾ മുറിച്ചു കടത്തി. പാലോട് മുൻ റേഞ്ച് ഓഫീസർ നൽകിയ വ്യാജ റിപ്പോർട്ടിന്റെ മറവിലാണ് കോടികളുടെ ഈ മരംകൊള്ള. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്. ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച പാലോട് ബ്രൈമൂർ എസ്റ്റേറ്റിന് 900 ഏക്കർ ഭൂമിയാണ് റവന്യൂ വകുപ്പ് പാട്ടവ്യവസ്ഥയിൽ നൽകിയിട്ടുള്ളത്. കയ്യേറിയ വനഭൂമി ഉൾപ്പെടെ എസ്റ്റേറ്റിന്റെ കൈവശം 1000 ഏക്കറിലധികം ഭൂമിയുള്ളതായാണ് വനംവകുപ്പിന്റെ നിഗമനം. വനംവകുപ്പിന്റെ തടസ്സവാദം പരിഗണിച്ച വനം റവന്യൂ വകുപ്പുകൾ സംയുക്ത സർവേ നടത്തി എസ്റ്റേറ്റിന്റെ ഭൂമി കൃത്യമായി തിട്ടപ്പെടുത്തിയ ശേഷം മാത്രമേ കരം സ്വീകരിക്കാൻ കഴിയൂ എന്ന് വ്യക്തമാക്കി 2021 മുതൽ റവന്യൂ വകുപ്പ് എസ്റ്റേറ്റിന്റെ കരം സ്വീകരിക്കുന്നില്ല. അതിനിടെ പെൻഷനാകാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെ മുൻ പാലോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീഷ് കുമാർ ഈ എസ്റ്റേറ്റ് സർവേ നടത്തിയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബ്രൈമൂർ എസ്റ്റേറ്റിൽ വനം കയ്യേറ്റമില്ല എന്ന റിപ്പോർട്ട് തിരുവനന്തപുരം DFOയ്ക്കും പകർപ്പ് എസ്റ്റേറ്റിനും നൽകി. അതേസമയം സർവേ നടത്തിയെന്ന് പറയുന്ന തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് സർവേയർ തന്നെ സർവേ നടത്തിയിട്ടില്ലെന്നും തനിക്കതിന് അധികാരമില്ലെന്നും സമ്മതിക്കുന്നു. നേരത്തെ ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഇത് മിനി സർവേക്ക് വിടണം. മിനി സർവേ ഏത് സൈൻ ചെയ്താലേ അതിന് അപ്രൂവ് ആവുള്ളൂ. കഴിഞ്ഞ ഒരിക്കൽ നമ്മൾ മിനി സർവേയിൽ അറിയിക്കുമ്പോഴത്തേക്ക് അവർ വന്ന് വെരിഫൈ കല്ല്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ തിരുവനന്തപുരം DFOയ്ക്ക് നൽകിയ ഈ വ്യാജ റിപ്പോർട്ട് കാണിച്ച ബ്രൈമൂർ എസ്റ്റേറ്റ് മാനേജ്മെന്റ് പ്രായം ചെന്ന റബ്ബർ മരങ്ങൾ മുറിച്ചു നീക്കി പുതിയവ പ്ലാന്റ് ചെയ്യാനുള്ള അനുമതി നേടി. ഈ ഉത്തരവിന്റെ മറവിലാണ് 7ഓളം പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ബ്രൈമൂർ എസ്റ്റേറ്റിൽ നിന്നും മഹാഗണി, തേക്ക്, ഈട്ടി, ചന്ദനം ഉൾപ്പെടെയുള്ള വൻമരങ്ങൾ മുറിച്ചു കടത്തുന്നത്. മരം കൊള്ളയുടെ ദൃശ്യങ്ങളും 24-ന് ലഭിച്ചു. 24 പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കൊണ്ടുപോയത് റബ്ബർ മരങ്ങളല്ലെന്ന് വ്യക്തം. അങ്ങനെയെങ്കിൽ സർക്കാർ പാട്ടത്തിന് നൽകിയ ഭൂമിയിലെ അനധികൃത മരം മുറിക്ക് പിന്നിലാര്? സംഭവത്തിൽ ഉന്നത ഗൂഢാലോചന നടന്നുവെന്ന് പറയാതെ വയ്യ. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.